ഖൗമോ ജനങ്ങളെ ഇസ്തഗ്ഫിറൂ റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പൊറുക്കലിനെ ചോദിക്കൂ ജനങ്ങളെ തുമ്മ തൂബൂ ഇലൈഹി പിന്നെ നിങ്ങൾ അവരിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങൂ ജനങ്ങളെ അങ്ങനെ നിങ്ങൾ ചെയ്താൽ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ വയസിദുകും ഖുവ്വതൻ ഇലാ ഖുവ്വതികും വലാ തതവല്ലൂ മുജ്രിമീൻ ആ റബ്ബിലേക്ക് നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങുന്നതിനനുസരിച്ചുകൊണ്ട് വാനലോകത്ത് നിന്നവൻ നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരും ജനങ്ങളെ നിങ്ങൾക്കുള്ള ശക്തിയേക്കാൾ കൂടുതൽ ശക്തി നൽകിക്കൊണ്ട് നിങ്ങൾ അവൻ ആദരിക്കും ജനങ്ങളെ ആയതിനാൽ കുറ്റവാളികളായി നിങ്ങൾ ഇനിയും പിന്തിരിഞ്ഞു പോകല്ല ജനങ്ങളെ അല്ലാഹുവിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തൂ ജനങ്ങളെ മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അതേ ആദ് സമൂഹത്തോട് പ്രഖ്യാപിച്ചു വന്ന വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹൂദിന്റെ 50-52 ആയത്തുകളിൽ പ്രഖ്യാപിക്കുമ്പോൾ അതാ മറ്റൊരു പ്രവാചകൻ വിശുദ്ധ ഖുർആനിൽ അതേ വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹൂദിൽ തന്നെ 61-ാം സൂക്തത്തിൽ അല്ലാഹു പരിചയപ്പെടുത്തുന്നു വഇലാ തമൂദ് അഖാഹും സാലിഹാ അത് മറ്റൊരു പ്രവാചകൻ ആരാണ് ആ പ്രവാചകൻ തമൂദ് ഗോത്രത്തിലേക്ക് കടന്നു വന്ന മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ സ്വാലിഹ് നബി ജനങ്ങളോട് പറയുന്നു യാ ഖൗമോ ജനങ്ങളെ ഉബുദുല്ലാഹ് നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണേ മലക്കും മിൻ ഇലാഹിൻ ഗൈറു അവരല്ലാതെ മറ്റൊരു ആരാധ്യൻ നിങ്ങൾക്കില്ല ഹുവ അൻശാകും മിനൽ അർളി വസ്തഅമറകും ഫിഹാ ഫസ്തഗ്ഫിറൂ നിങ്ങൾക്ക് അവനാണ് ഭൂമിയിൽ ജീവിക്കാൻ ഇടം തന്നത് നിങ്ങൾക്ക് ഭൂമിയിൽ വിത്തുകൾ മുളപ്പിച്ചു തന്നവൻ അവനാണ് അതുപോലെ ആയുഷ് നൽകിയവൻ അവനാണ് അവനോട് നിങ്ങൾ പൊറുക്കലിനെ ചോദിക്കൂ പിന്നെ അവരിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങൂ ഇന്ന റബ്ബീ ഖരീബും മുജീബ് എന്റെ റബ്ബ് അവൻ ഖരീബാണ് സമീപസ്ഥനാണ് ഒരു ഇടയാളന്റെ ആവശ്യമില്ലാത്ത വിധം അവൻ ഖരീബാണ് സമീപസ്ഥനാണ് മുജീബ് അവനോട് എന്തെങ്കിലും ചോദിച്ചാൽ അവൻ ഉത്തരം നൽകുന്നതുമാണ് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ അവസാനിക്കുന്നില്ലല്ലോ ഖുർആൻ ആവർത്തിച്ച് പ്രവാചകന്മാർ ലോകത്തോട് പറഞ്ഞ പ്രഖ്യാപനമായി പറയുന്നത് ഇസ്തഗ്ഫിറൂ റബ്ബക്കും ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കൂ റബ്ബിനോട് പൊറുക്കലിനെ ചോദിക്കൂ എന്നോട് പൊറുക്കലിനെ ചോദിക്കൂ എന്ന് പറഞ്ഞൊരു പ്രവാചകൻ ലോകത്ത് വന്നിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകനോട് പൊറുക്കലിനെ ചോദിക്കൂ എന്ന് പറഞ്ഞൊരു പ്രവാചകനും ലോകത്തില്ല പ്രവാചകന്മാർ അഖിലം എത്രത്തോളം അവ്വലുർ റുസുൽ എന്ന് സ്ഥാനം നൽകപ്പെട്ട മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ ആളുകളും ലോകത്തോട് പ്രഖ്യാപിക്കുന്നു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ നിങ്ങൾ റബ്ബിനോട് പൊറുക്കലിനെ ചോദിക്കുക അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക അവനോട് നിങ്ങൾ പാപമോചന പ്രാർത്ഥന നടത്തുക അല്ലാഹുവിനോട് നിങ്ങൾ പാപമോചന പ്രാർത്ഥന നടത്തുക അതാണ് തൗഹീദ് അതിന് വിരുദ്ധമായതെന്തോ അതാണ് ശിർക്ക് ഇത് പ്രവാചകന്മാർ സമൂഹത്തെ പഠിപ്പിച്ചു എന്നാൽ ഇവിടെയോ ഇവിടെ എന്തിന് സ്റ്റേജ് കെട്ടി എന്തിനിവിടെ മുഖാമുഖം നടത്തി എന്തിനിവിടെ വാദപ്രതിവാദം നടത്തി എന്തിനിവിടെ ചോദ്യോത്തര സെക്ഷൻ വെച്ചു അല്ലാഹുവിന് പുറമെ മറ്റുള്ളവരോട് പാപമോചന പ്രാർത്ഥന നടത്താം എന്ന് സമർത്ഥിക്കാൻ അല്ലാഹുവിന് പുറമെ മറ്റുള്ളവരോട് പാപമോചന പ്രാർത്ഥന നടത്താം എന്ന് സമർത്ഥിക്കാൻ ഒരു വട്ടമല്ല രണ്ട് വട്ടമല്ല മൂന്ന് വട്ടമല്ല ആവർത്തിച്ച് വരുന്ന ആ വാചകത്തിന്റെ ഒരു ഭാഗം കൃത്യമായി തന്നെ നിങ്ങൾക്ക് കാണാവുന്ന രൂപത്തിൽ സംവിധാനിച്ചിട്ടുണ്ട് ആ പ്രഭാഷണത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വന്നുപോയ വാചകങ്ങൾ ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ ഒരിക്കലും ഈ ആയത്തിന്റെ അർത്ഥം അത് ഞാൻ സ്വന്തം പറഞ്ഞതല്ല അല്ലെങ്കിൽ ഈ ആയത്തിന് ഇങ്ങനെ ഒരു അർത്ഥമുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പാപമോചന പ്രാർത്ഥന നടത്താം എന്നൊരർത്ഥമുണ്ട് എന്നും ഞാൻ സ്വന്തം പറഞ്ഞതല്ല നേരെ തഫ്സീറിന്റെ ഗ്രന്ഥം വായിച്ചാണ് പറഞ്ഞത് മുസ്ലിം ലോകം അത് അംഗീകരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് പ്രവാചകനോട് ഈ പ്രാർത്ഥന പ്രവാചകനോട് ഈ സഹായം ചോദിക്കൽ നടത്തുന്നത് പ്രവാചകനോട് പാപമോചന പ്രാർത്ഥനയുള്ളത് പോലെ
പാപമോചന പ്രാർത്ഥന പറ്റുമോ? അതിന് പറ്റും. ഇബ്നു കസീറിന്റെ തഫ്സീർ ഞാൻ ഉദ്ധരിച്ചു. അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മൗലിദുകൾ ചൊല്ലി അതിന് തെളിവും ഞാൻ പറഞ്ഞു. ഇർതഖബത്തുവിലുള്ളതുപോലെ പാപമോചന പ്രാർത്ഥന നടത്താൻ പറ്റുമോ? അതും പറ്റും. ആയത്ത് വിശദീകരിച്ച് തഫ്സീറിന്റെ വരികളും ഞാൻ ഉദ്ധരിച്ചു. അതിനെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത്? മറ്റൊരു കാര്യം, ഇന്നല്ലാഹു ഗഫൂർ റഹീം, അല്ലാഹു തആല പാപം പൊറുക്കുന്നവനാണെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, അല്ലാഹു പാപം പൊറുക്കുന്നവനാണെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പ്രവാചകർക്ക് കൊടുത്ത കഴിവ്, ആ കഴിവ് കൊണ്ട് സഹായിക്കുമെന്ന നിലക്ക് പാപമോചനം ചോദിക്കാൻ പാടില്ല എന്ന് ആയത്തിലില്ല. ഈ പറഞ്ഞതിലില്ല. രണ്ടാമത് ഒരായത്ത് കഷ്ണമായി മുറിച്ചോതിയതിലും ഇല്ല. റഹീം, അല്ലാഹു പാപം പൊറുക്കുന്നവനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പ്രവാചകർക്ക് കൊടുത്ത കഴിവ് കൊണ്ട് പാപം പൊറുക്കുകയില്ല അല്ലെങ്കിൽ ചോദിക്കാൻ പാടില്ല എന്നൊന്നും ആ ആയത്തിന്റെ അർത്ഥം വരുന്നില്ലല്ലോ. അങ്ങനെ ആയത്തിന് തഫ്സീറും ഇല്ലല്ലോ. ഞാൻ ഈ തെളിയിച്ച രണ്ട് കാര്യങ്ങൾ, അതിനെ സംബന്ധിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? പാപമോചന പ്രാർത്ഥന നടത്താൻ പാടില്ല എന്ന് വരൂല. അല്ലാഹു ഗഫൂറാണ്, അല്ലാഹു റഹീമാണ്, അല്ലാഹു പാപം പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് പ്രവാചകനോട് പാപമോചന പ്രാർത്ഥന നടത്താൻ പാടില്ല എന്ന് വരില്ല. നേരെ മറിച്ച് പ്രവാചകനോടും പാപമോചന പ്രാർത്ഥന നടത്താം. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നമ്മൾ ചൊല്ലണം. ആ അസ്തഗ്ഫിറുല്ലാഹ് എന്നത് മാറ്റി റസൂലുള്ളാഹിയോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു, റസൂലുള്ളാഹിയോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു, പ്രവാചകനോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു. അസ്തഗ്ഫിറു റസൂലല്ലാഹ്, അസ്തഗ്ഫിറു റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു എന്ന് പ്രവാചകനോട് പൊറുക്കലിനെ ചോദിക്കാം എന്നാണ് മുസ്ലിയാർ ഇവിടെ സമർത്ഥിക്കുന്നത്. അസ്തഗ്ഫിറു റസൂലല്ലാഹ്. ലോകത്തെ ഏതെങ്കിലും ഒരു മുസൽമാൻ ഈ ഒരു വാചകം പറഞ്ഞിട്ടുണ്ടോ, പ്രഖ്യാപിച്ചിട്ടുണ്ടോ? അസ്തഗ്ഫിറുല്ലാഹ് എന്നതിന് പകരം അസ്തഗ്ഫിറു റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു എന്ന ഒരു ദിക്ർ, ഒരു വാചകം, ഒരു ഇസ്തിഗ്ഫാർ ലോകത്ത് കഴിഞ്ഞുപോയ ഏതെങ്കിലും ഒരു പ്രവാചകൻ പറഞ്ഞുവോ, പഠിപ്പിച്ചുവോ, വിശദീകരിച്ചുവോ? അസ്തഗ്ഫിറുല്ലാഹ് എന്നല്ലാതെ ഇസ്തിഗ്ഫാറിന്റെ വാചകമായി അസ്തഗ്ഫിറു റസൂലല്ലാഹ് എന്നൊരു ഇസ്തിഗ്ഫാറിന്റെ വാചകം അല്ലാഹുവിന്റെ ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്തിൽ കാണുമോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരാൾ കണ്ടിട്ടുണ്ടോ? ലോകത്ത് ആദം നബി മുതൽ ഇന്ന് വരെ ജനിച്ച, ഇന്ന് വരെ ജീവിച്ച ഏതെങ്കിലും ഒരു മനുഷ്യൻ കണ്ടിട്ടുണ്ടോ അസ്തഗ്ഫിറു റസൂലല്ലാഹ് എന്ന്? അല്ലാഹുവിന്റെ പ്രവാചകനോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നുവെന്ന് ഇല്ല. പിന്നെ എന്താണ്? ഖുർആനിൽ പോലും അതിന് തെളിവുണ്ട്. എന്തിന് തെളിവ്? റസൂലുള്ളാഹിയോട് പാപമോചന പ്രാർത്ഥന നടത്താൻ, റസൂലുള്ളാഹിയോട് പാപമോചന പ്രാർത്ഥന നടത്താൻ ഖുർആനിൽ തെളിവുണ്ട്. മഅദല്ലാഹ്, അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഖുർആനിൽ അങ്ങനെ ഒരു തെളിവില്ല. അങ്ങനെ ഒരു തെളിവ് വിശുദ്ധ ഖുർആനിൽ ഇല്ല എന്ന് ഞാൻ പറയുമ്പോൾ സാധാരണക്കാരായ ആളുകൾ ചിലപ്പോൾ സംശയിച്ചെന്ന് വരാം. ചില ആളുകൾ സംശയിച്ചെന്ന് വരാം. അതൊരു മൗലവി അങ്ങനെ പറയുന്നു, ഒരു മുസ്ലിയാർ ഇങ്ങനെ പറയുന്നു, ഞങ്ങൾ എന്ത് ചെയ്യും? സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവർക്ക് സംശയം ഉടലെടുത്താൽ ഒരാളോട് ചോദിക്കാം, അന്വേഷിക്കാം, അയാളുടെ ഉത്തരം പരിശോധിക്കാം, എന്നിട്ട് അവർക്ക് ലഭ്യമായ സാഹചര്യം വെച്ചുകൊണ്ട് അവർക്ക് വീണ്ടും വീണ്ടും പഠിക്കാം. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിൽ ഒരു സൂക്തം ഇവിടെ ആവർത്തിച്ചോതിയിട്ട് ആ ആയത്തിനെയാണ് ഇവിടെ ദുർവ്യാഖ്യാനിച്ചത്. ഏതാണ് ആയത്ത്? വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, വലൗ അന്നഹും, നിശ്ചയമായും അവർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇല്ലലമു അൻഫുസഹും ജാഊക, അവർ സ്വന്തം ശരീരങ്ങളോട് അക്രമം പ്രവർത്തിച്ചപ്പോൾ, അക്രമം ചെയ്തപ്പോൾ അതിന്റെ പരിഹാരത്തിനായി പ്രവാചകരെ ജാഊക, അവർ താങ്കളെ സമീപിക്കുകയും ഫസ്തഗ്ഫിറുല്ലാഹ, അവർ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുകയും വസ്തഗ്ഫറ ലഹുമുർ റസൂലു, അവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ പ്രവാചകൻ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുകയും ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, അല്ലാഹുവിനെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനായി, പുറത്തു കൊടുക്കുന്നവനായി അവർക്ക് കണ്ടെത്താം. ഇതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത്.